ആ പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന. ഖുർആൻ പറയാ ആ കഅബാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടാൽ ആഗ്രഹം തീരാതെ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധമായ കഅബാലയം. കഅബാലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഊട്ടിയിലാണെങ്കിലും കൊടൈക്കനാലിലാണെങ്കിലും മൈസൂർ ആണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും ഗോവയാണെങ്കിലും ദുബൈയിലാണെങ്കിലും സിംഗപ്പൂരാണെങ്കിലും എവിടെ കറങ്ങാൻ പോയിട്ടുള്ള ആളാണെങ്കിലും ഒരു വട്ടമോ രണ്ടു വട്ടമോ പോയി പിന്നെ പറയും നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. അതിന് എവിടെ പോയ ആളാണെങ്കിലും നമ്മൾ ഒരു വട്ടം കണ്ടു രണ്ടു വട്ടം കണ്ടു അല്ലേ? ഇപ്പൊ മസനഗുടി വഴി ഊട്ടി എന്ന് പറയുന്ന പോലെ ഒരു വട്ടേ പോകൂ, പിന്നെ ഊട്ടിയൊന്നും പോണ്ട. ഇടം നമ്മൾ എവിടെ പോയി കണ്ടവരാണെങ്കിലും രണ്ടാമതോ മൂന്നാമതോ പറയും നമ്മൾ എന്തു പറയും? അടുത്ത സ്ഥലം പോകാം, മടുത്തു. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ എത്ര പ്രാവശ്യം പോയാലും വീണ്ടും വീണ്ടും പോകാൻ മനസ്സാഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറം ഈമാൻ തരുമാറാകട്ടെ. ഓരോ മനുഷ്യനും ആ കഅബയിന് 10 ഹജ്ജ് 100 ഹജ്ജ് ചെയ്തവൻ, എത്ര ഉംറ ചെയ്തവനാകട്ടെ, ആ മനുഷ്യൻ അവസാനം വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാ, ഇത് അവസാനത്തതാക്കല്ലേ അല്ലാ, ഇനി എനിക്ക് വരാൻ ഭാഗ്യം തരണേ അല്ലാ.